നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ കേവലം മാസപ്പടി തുകയ്ക്കപ്പുറം വലിയ തോതിലുള്ള ഹവാല ഇടപാടിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തുവരുന്നത്. വിദേശ സാമ്പത്തിക ഇടപാടുകൾ സങ്കീർണമാക്കാനും അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാനും ഉപയോഗിച്ച സാങ്കേതിക വിദ്യകളും ഇന്റർനെറ്റ് അധിഷ്ഠിത മാർഗങ്ങളുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രധാന അന്വേഷണ വിഷയമായി മാറിയിരിക്കുന്നത്. വീണ വിജയന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിച്ച് ശാസ്ത്രീയ അപഗ്രഥനം നടത്തിയപ്പോഴാണ് ഇഡിക്ക് നിർണായക തെളിവുകൾ കിട്ടിയത്. ഉപകരണങ്ങളിൽ നിന്ന് മറ്റൊരാളുടെ പേരിൽ എടുത്ത വ്യാജ സിം കാർഡിന്റെ ഫോട്ടോ കണ്ടെത്തി. സാധാരണ മൊബൈൽ നെറ്റ്വർക്കുകൾ വഴിയുള്ള കോളുകൾ, ടവർ ലൊക്കേഷനുകളും കോൾ ഡീറ്റെയിൽ റെക്കോർഡുകളും വഴി ഏജൻസികൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഇത് ഒഴിവാക്കാനാണ് ഒരു വൈഫൈ റൂട്ടറിൽ ഈ വ്യാജ സിം കാർഡ് ഘടിപ്പിച്ചുകൊണ്ട് ഇന്റർനെറ്റ് അധിഷ്ഠിത കോളുകൾ ചെയ്തതെന്നാണ് ഇഡി സംശയിക്കുന്നത്. റൂട്ടറും സിമ്മും ഉപയോഗിച്ച് ആരുമായാണ് ഇത്തരം രഹസ്യ ആശയവിനിമയങ്ങൾ നടത്തിയത് എന്ന് ഇഡി നിരീക്ഷിച്ചു വരികയാണ്. ഈ വ്യാജ സിം കാർഡ് എടുത്തു നൽകിയ വ്യക്തിയെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സഹായികളെയും നിലവിൽ ഇഡി അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം ഇഡി നടത്തിയ പ്രാഥമിക റെയ്ഡുകളിൽ വീണയുടെ ഡയറി കുറിപ്പുകളും സ്വന്തം കൈയെഴുത്തിലുള്ള സാമ്പത്തിക കണക്കുകളും പിടിച്ചെടുത്തിരുന്നു. സാധാരണ ബാങ്കിംഗ് ചാനലുകളെ പൂർണ്ണമായും ഒഴിവാക്കി ഹവാല ശൃംഖലകൾ ഉപയോഗിച്ചാണ് സാമ്പത്തിക കൈമാറ്റങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു. കൈയെഴുത്തു രേഖകൾ പ്രകാരം 3.49 ലക്ഷം ദർഹം അഥവാ ഏകദേശം 85 ലക്ഷം ഇന്ത്യൻ രൂപയോളം ദുബായിലേക്ക് അനധികൃതമായി കടത്തിയതായി വ്യക്തമായിട്ടുണ്ട്. ഇതിനു പുറമെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 20.05 കോടി രൂപയുടെ സമാന്തര സാമ്പത്തിക വിവരങ്ങളാണ് കണ്ടെത്തിയത്. വീണ വിജയൻ തന്റെ ഔദ്യോഗികവും അറിയപ്പെടുന്നതുമായ വരുമാന സ്രോതസ്സുകൾക്ക് അപ്പുറമുള്ള വലിയ തുകകൾ കൈകാര്യം ചെയ്തതായി ഇഡി വ്യക്തമാക്കുന്നു. എക്സാലോജിക് കമ്പനി CMRL നിന്ന് കൈപ്പറ്റിയ 2.78 കോടിയേക്കാൾ എത്രയോ മടങ്ങാണ് ഡയറിയിൽ നിന്ന് ലഭിച്ച തുക. ഡയറിയിൽ നിന്ന് ലഭിച്ച പേരുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ 2026 ഓഗസ്റ്റ് 18 കോഴിക്കോട്ടുള്ള 9 പ്രമുഖ കേന്ദ്രങ്ങളിൽ ഇഡി വ്യാപക പരിശോധന നടത്തിയത്. ഹവാല വഴിയുള്ള പണമിടപാടുകൾക്ക് ഒത്താശ ചെയ്തവർ, സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളികളായവർ, വ്യാജ സിം കാർഡ് സംഘടിപ്പിച്ചു നൽകിയവർ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കം. എന്തായാലും റെയ്ഡിൽ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും ഹവാല ഇടപാടുകൾ തെളിയിക്കുന്ന മറ്റ് രേഖകളും ഇഡി കസ്റ്റഡിയിലെടുക്കുകയും ബന്ധപ്പെട്ടവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു കോർപ്പറേറ്റ് സേവനക്കേസ് എന്ന നിലയിൽ നിന്ന് മാറി രാജ്യത്തിന് പുറത്തേക്ക് അനധികൃതമായി പണം കടത്തിയതിനും വ്യാജ വിവരങ്ങൾ ഉപയോഗിച്ച് അന്വേഷണ ഏജൻസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിനും ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് ഇഡിയുടെ തീരുമാനം. വീണയുടെ ഡയറി പരിശോധിച്ചതിൽ നിന്ന് 20 കോടി രൂപയുടെ ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. തനതു വരുമാനത്തെക്കാൾ ഉയർന്ന തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തലുണ്ട്. കൂടാതെ വീണ മറ്റൊരാളുടെ പേരെടുത്ത് വ്യാജ സിം കാർഡ് ഉപയോഗിച്ചിരുന്നതായും ഇഡി വ്യക്തമാക്കുകയായിരുന്നു. എന്തായാലും വൈഫൈ കണക്ഷൻ സുഗമമാക്കാനും ഇന്റർനെറ്റ് കോളുകൾ ചെയ്യാനുമാണ് ഈ സിം ഉപയോഗിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഈ സിം കാർഡ് നൽകിയ വ്യക്തിയെയും നിലവിൽ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.